നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഡോക്ടർ സ്ലംബ് എന്ന കേഡ്രാമയുടെ 10ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറി വരുമ്പോൾ ഹീറോയിൻ അവിടെ നിൽപ്പുണ്ട്. കുറച്ചു നേരം ഹീറോയിനെ തന്നെ അവൻ നോക്കി നിൽക്കും. പിന്നീട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അവന് ചെറിയ ട്രോമയുണ്ട്, അതുമാത്രമല്ല ബ്ലഡ് കാണുമ്പോൾ നല്ല പേടിയുണ്ട്. ഇപ്രാവശ്യം ഹീറോയിൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ മാറ്റി വെച്ച് അവൻ ഓപ്പറേഷൻ ചെയ്യാണ്. ആ സിറിഞ്ച് കാണുമ്പോൾ വീണ്ടും അവന് ട്രോമ ഓർമ്മ വരും. എന്നാൽ അത് വീണ്ടും മാറ്റി വെച്ചിട്ട് അവൻ സർജറി ചെയ്യാണ്. ഇപ്രാവശ്യം പഴയതുപോലെ അവൻ പേടിച്ച് മാറി നിന്നില്ല. സർജറി നന്നായിട്ട് നടന്നു കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ അവന്റെ ഓഫീസിൽ തിരിച്ചു വരുമ്പോൾ കൂട്ടുകാരൻ അടുത്തോട്ട് വരും. നന്നായിട്ട് സർജറിയൊക്കെ ചെയ്തല്ലോ, ഇനി പഴയതുപോലെ ആയിക്കൂടെ എന്ന് ചോദിക്കും. എന്നാൽ ഹീറോ അവന്റെ ജോലി കളയാൻ പോവാണ്. എനിക്കിനി ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല, ഞാൻ പേടിച്ചാണ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് എങ്ങനെയാണോ ഓപ്പറേഷൻ ചെയ്തത് അതുപോലാണ് ഞാൻ ചെയ്തത്. ഇനി എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ജോലി കളയാൻ പോവാന്ന് പറയും. എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് ഹീറോയിൻ പിറകിലുണ്ടായിരുന്നു. ഹീറോയിൻ വന്ന് നീ എന്താ പറഞ്ഞ, നീ നിന്റെ ജോലി കളയാൻ പോവാണോ എന്ന് ചോദിക്കും. ഹീറോ പറയും ഇന്ന് നീ ഉള്ളത് കൊണ്ടാണ് എനിക്ക് നന്നായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയത്. എപ്പോഴും നീ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്റെ കൂടെ വന്ന് നിൽക്കുമോ? ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയും ഞാൻ നിൽക്കാന്ന്. ഹീറോയിൻ ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് കാണത്തില്ലേ? അതായത് ഹീറോയിൻ കൂട്ടുകാരൻ ഡോക്ടറിനെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഹീറോയ്ക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ ഹീറോയിനാണ് കൂട്ടുകാരനോട് ചോദിച്ചത് ഞാനും കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നോട്ടെ എന്ന്. അതിന് കൂട്ടുകാരൻ ഡോക്ടർ അനുവാദവും കൊടുത്തു. ഇപ്പൊ സർജറി നന്നായിട്ട് നടന്നു. എന്തായാലും ഇവരിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവരെ പഠിപ്പിച്ച പഴയ സാർ അങ്ങോട്ട് കയറി വരുന്നത്. ഹീറോയിനെ മനസ്സിലായി സാറിന് ആദ്യം തന്നെ. സുഖാണോടാന്ന് ചോദിക്കുമ്പോഴാണ് ഹീറോയിനെ കാണുന്നത്. ഹീറോയിനെ കണ്ട ഉടനെ സാറിന് ഹീറോയിനെ മനസ്സിലാവും. രണ്ടുപേരും ടോപ്പേഴ്സ് അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഓർമ്മയുണ്ട്. പിന്നീട് സാറും ഹീറോയിനും അവിടെ നിന്ന് ചായ കുടിക്കും. ചായ കൊണ്ടു കൊടുക്കുന്നത് കൂട്ടുകാരനാണ്. ഹീറോയിൻ ഇവിടെ പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അല്ല, ഹീറോ പറയും ആണെന്ന്. രണ്ടാമത് ഒന്നും കൂടെ ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ആണ്, ഹീറോ പറയും അല്ല എന്ന്. അങ്ങനെ രണ്ടുപേരും മാറ്റി പറയും. സാറിന് എന്താന്ന് മനസ്സിലാവത്തില്ല. എന്തായാലും ഹീറോ പറയും അത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല, പതിവ് തീരുമാനിക്കുമെന്ന്. അതുപോലെ തന്നെ സാർ എന്തിനാ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ സാറ് ചുമ്മാ ഹീറോനെ കാണാൻ വന്നതെന്ന് പറയും. അതായത് ന്യൂസൊക്കെ കണ്ടിട്ട് അവൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, അങ്ങനെ വന്നതാണെന്ന്. പിന്നീട് ഇവര് 4 പേരും, അതായത് കൂട്ടുകാരൻ, ഹീറോയിൻ, സാറ് കടയിൽ പോയി ഭക്ഷണം കഴിക്കുകയാണ്. സാറിന്റെ ചെലവാണ്. അതിന്റെ ഇടയിൽ സാറ് പറയും ഹീറോ വലിയൊരു ടോപ്പറായിട്ടുള്ള സ്റ്റുഡന്റ് ആയിരുന്നു, ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യും, അവന് തോൽപ്പിക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു. പക്ഷെ ഹീറോയിൻ വന്ന ശേഷം ഹീറോയിൻ ഫസ്റ്റും ഹീറോ സെക്കൻഡും ആയി പോയെന്ന്. ഹീറോയിനെ പുകഴ്ത്തി വന്നിട്ട് അങ്ങ് താഴ്ത്തി കളഞ്ഞു. അതുപോലെ തന്നെ സാറ് ഹീറോയിൻ പണ്ട് പഠിക്കാനായിട്ട് മുളക് കഴിക്കുന്ന കാര്യം പറയും, ഉറക്കം വരാതിരിക്കാനായിട്ട്. അപ്പൊ നമ്മളെ ഫ്ലാഷ് ബാക്കിലോട്ട് കൊണ്ടുപോകും. ഹീറോ ക്ലാസ്സിലിരിക്കുമ്പോൾ അവന് തുമ്മല് വരും, ഭയങ്കര എരിച്ചില് പോലെ. നോക്കുമ്പോൾ ഹീറോയിൻ ഒരു പാത്രം നിറച്ച് ഉറക്കം വരുമ്പോൾ മുളക് കഴിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഇത് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഇത്രയും മുളക് കഴിച്ച ആള് തട്ടിപ്പോകത്തില്ലേ. പിന്നീട് ഹീറോ വീട്ടിൽ പോകാൻ നേരത്ത് ഹീറോയിൻ വയറ്റുവേദന എടുത്ത് അവിടെ ഛർദ്ദിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവൾക്ക് നല്ല വയറുവേദനയുണ്ട് ഇത്രയും മുളകൊക്കെ വാരി കഴിച്ചാലേ. പിന്നീട് ഹീറോയിൻ മെഡിക്കൽ റൂമിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടറിന്റെ മരുന്ന് വാങ്ങും വയറുവേദനയ്ക്കുള്ളത്. ഹീറോ ഇത് പുറത്തു നിന്ന് കാണുന്നുണ്ട്, അവളെ ഫോളോ ചെയ്ത് വന്നതായിരിക്കണം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഹീറോയിൻ വീണ്ടും ഒരു പാത്രം മുളക് കൊണ്ടുവന്നിട്ടുണ്ട്. ഉറക്കം വന്ന് കഴിക്കാൻ നിൽക്കുമ്പോൾ ഹീറോ അങ്ങോട്ട് വരും. ഹീറോ സാറിനോട് പറഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതായത് ഹീറോയിൻ ബുദ്ധിമുട്ടുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹീറോയിനെ വെറുപ്പിക്കുന്ന രീതിയിൽ ആ ബൗള് നിറച്ചുള്ള മുളക് വാങ്ങിച്ചുകൊണ്ട് പോവാണ് സാറിന് കൊടുക്കാനായിട്ട്. ഹീറോയിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. എന്നാൽ അവളുടെ അടുത്ത് അത് പറയുന്നില്ല, പകരം അവളെ വെറുപ്പിക്കുന്ന രീതിയിലാണ് പെരുമാറിയത്. ഇതൊക്കെ സാറ് കൂട്ടുകാരൻ ഡോക്ടറിനോട് പറയും. ഈ നേരം ഹീറോയിനും ഇവിടെ അടി, നീ എന്റെ മുളക് എടുത്തോണ്ട് പോവല്ലേടാന്ന് ചോദിച്ചിട്ട് ഒരു മുട്ടയ്ക്ക് വേണ്ടിയാണ് ഇവർ രണ്ടൊരു അടി ഉണ്ടാക്കുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങി വരും. സാറിന്റെ മുഖത്ത് എന്തെങ്കിലും പ്ലാസ്റ്റിക് സർജറിയുടെ ആവശ്യമുണ്ടോ എന്ന് ഹീറോനോട് ചോദിക്കും. എന്നാൽ ഹീറോ പറയും നിങ്ങളുടെ മുഖം നല്ല നാച്ചുറലാ, അതിന്റെ ആവശ്യമില്ലാന്ന്. എന്നാൽ കൂട്ടുകാരൻ വിടത്തില്ല, ഞാൻ നിങ്ങൾക്ക് സർജറി ചെയ്ത് തരാം, ഫ്രീ ആയിട്ടുള്ള സമയത്ത് തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് പിറകെ ചെല്ലും. അവര് പോയി കഴിഞ്ഞ് ഹീറോയിൻ പോകാൻ നിൽക്കുമ്പോൾ ഹീറോയിനെ പോകാൻ സമ്മതിക്കാതെ ഹീറോയിന്റെ കൈയും വലിച്ചു പിടിച്ച് ഒരു സ്ഥലത്ത് വരും. അവിടെ വെച്ച് ഹീറോയിനോട് നീ എന്നെ ബ്രേക്കപ്പ് ചെയ്ത റീസൺ എന്താന്ന് ചോദിക്കും. എന്നാൽ ഹീറോയിൻ അത് പറയുന്നില്ല. ഹീറോ ആകെ ദേഷ്യപ്പെടും. അതുപോലെ തന്നെ അവന് സങ്കടവും വരുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം അവള് വീട്ടിൽ പൊങ്ങി വന്നേക്കുകയാണ്. ഇത്രയും ദിവസം അവൻ വേദനയിൽ കഴിയല്ലായിരുന്നു, ഇനി അവള് പെട്ടെന്ന് അവനെ വിട്ടിട്ട് പോയാലോ. ആ വിഷമത്തിലൊക്കെ അവൻ അവളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അവൾക്ക് ആകെ സങ്കടമായി. അവൾ അവിടെ നിന്ന് കരയും. അതായത് ഹീറോയിൻ ഒന്നും പറയാതെ അവൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പ്രഖ്യാപിച്ചില്ലേ, അതുകൊണ്ട് തന്നെ ഇനി അവിടെ എന്തെങ്കിലും ചെയ്യും, ഇനി അടുത്തിട്ട് പിന്നെയും പിൻവാങ്ങി പോകും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ടാണ് അവൻ ദേഷ്യപ്പെട്ട് അവളുടെ അടുത്ത് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോയത്. അവൾ വിഷമിച്ച് വീട്ടിൽ വന്ന് കിടക്കുമ്പോഴായിരിക്കും അനിയൻ അങ്ങോട്ട് ഓടിക്കൊണ്ടുവരുന്നത്. രാത്രി ആയിട്ടുണ്ട്. അനിയൻ പറയും ഹീറോ വീടിന്റെ മണ്ടയിൽ വന്നിട്ടുണ്ട്, അവിടെ ലൈറ്റ് കിടപ്പുണ്ടെന്ന്. ഹീറോയിൻ ആ എക്സൈറ്റ്മെന്റിൽ ചാടി ഓടി മണ്ടയിൽ ചെല്ലുമ്പോൾ അത് ഹീറോ അല്ല, പകരം കൂട്ടുകാരൻ ഡോക്ടറാണ്. ഹീറോന്റെ ഏതോ ഒരു ബുക്ക്, ഹീറോയിൻ കൊടുത്ത ബുക്ക് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഹീറോയിന് തിരിച്ചെടുത്ത് കൊടുക്കാനായിട്ട് കൂട്ടുകാരൻ വന്നെയാണ്. ഇപ്പം ഹീറോയിൻ മണ്ടയിലോട്ട് കയറി വന്നിട്ടില്ലേ, അവളുടെ ബുക്ക് എടുത്ത് തിരിച്ചു കൊടുക്കും. കൂട്ടുകാരൻ ഡോക്ടറിനെയും പറഞ്ഞു വിട്ടിട്ട് അവൾ അവിടുത്തെ ബെഞ്ചിൽ വന്ന് വിഷമിച്ചിരിക്കും. അടുത്ത സീനിൽ കൂട്ടുകാരി ഡോക്ടർ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഫോണിലോട്ട് കൂട്ടുകാരിയുടെ അമ്മ വിളിക്കും. എന്നിട്ട് ഏതോ ഒരു ആന്റി ബാത്റൂമിൽ തെന്നി വീണു, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, കുട്ടിയെ നോക്കാൻ പറ്റത്തില്ല, കുട്ടിയെ വിളിക്കണമെന്ന് പറയും. അമ്മയുടെ വീട്ടിലല്ലേ കുട്ടീനെ ആക്കിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കൂട്ടുകാരി പോയി മോനെയും വിളിച്ച് ലിഫ്റ്റിൽ കയറി വരുമ്പോൾ ഒരാളെ ഫോൺ വിളിക്കുന്നുണ്ട്. ഏതോ ഒരു ബന്ധുവിനെയാണ് ഫോൺ വിളിക്കുന്നത്. അതായത് മോനെ കുറച്ചു നേരത്തേക്ക്
പുറത്തേക്ക് നോക്കാനായിട്ട്. കൂട്ടുകാരിക്ക് ഒരു സർജറി ഉണ്ട്, അത് ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മോനെ നോക്കാൻ ആളില്ല. ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ ഈ ചെറുക്കൻ ചെറിയ പുള്ളിയൊന്നും അല്ല, ഇച്ചിരി കുരുത്തക്കേടുണ്ട്. അവിടുത്തെ ലിഫ്റ്റിലെ ഓരോ ബട്ടണിലും പിടിച്ച് ഞെക്കും. അങ്ങനെ ഞെക്കിയാൽ എന്താ ഉണ്ടാവുക, എല്ലാ ഫ്ലോറിലും പോയി ഓപ്പൺ ആകും, അടഞ്ഞിട്ട് പിന്നെ സമയം കുറെ എടുക്കത്തില്ലേ, ബാക്കിയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ. എന്തായാലും കൂട്ടുകാരി ഇതൊക്കെ സ്വിച്ചൊക്കെ പിൻവലിക്കുന്നുണ്ട്, പതിയെ മാറ്റുന്നുണ്ട്. പുറത്തിറങ്ങി വരുമ്പോൾ കൂട്ടുകാരിയുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് കൂട്ടുകാരൻ ഡോക്ടർ വന്ന് പറയും, ഞാൻ കുട്ടീനെ നോക്കിക്കോളാന്ന്. ആ ഒരു സന്തോഷത്തിൽ കൂട്ടുകാരി ഐ ലവ് യു എന്ന് പറയും. അയ്യോ, ഞാൻ ഐ ലവ് യു എന്നല്ല ഉദ്ദേശിച്ചത്, നന്ദി ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറയും. എന്തായാലും കൂട്ടുകാരൻ ഡോക്ടറാണ് കുട്ടീനെ നോക്കുന്നത്. ഈ കുട്ടിയും കൂട്ടുകാരൻ ഡോക്ടറുമായിട്ട് അടി. അതായത് ഈ കുട്ടീനെ കളിയാക്കും. ഞാൻ പോവാന്ന് പറഞ്ഞ ആ കുട്ടി അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ കൂട്ടുകാരൻ ചെന്നിട്ട് പിടിക്കും. ഇപ്പൊ പോലെ അമ്മയെ ശല്യം ചെയ്യില്ലേ, അമ്മ എന്നെ കൊല്ലും, അതുകൊണ്ട് ഇവിടെ ഇനി അങ്കിൾ ഒന്നും പറയത്തില്ല എന്ന്. പിന്നീട് കൂട്ടുകാരി ഡോക്ടർ സർജറിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോൾ കൂട്ടുകാരൻ ഡോക്ടറും കുട്ടിയും അവിടെ ഇരുന്ന് കളിക്കുകയാണ്, ഇൻസെക്റ്റിനെ പിടിച്ച് കളിക്കുകയാണ്. ആ കുട്ടിക്ക് പറ്റിയ ഒരു മുതൽ തന്നെയാണ് കൂടെ ഉള്ളത്. കൂട്ടുകാരൻ ഡോക്ടറിന് ഇൻസെക്റ്റിനെ പേടിയില്ല, കൈവച്ചൊക്കെ പിടിക്കുന്നുണ്ട്, ഓരോ ഉറുമ്പിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയെ കണ്ട ഉടനെ കുട്ടി അടുത്തോട്ട് ഓടിച്ചെല്ലും. കുട്ടി കൂട്ടുകാരനായിട്ട് ഇത്രയും കൂട്ടുകൂടുന്നത് കാണുമ്പോൾ കൂട്ടുകാരി ഇംപ്രസ് ആവുന്നുണ്ട്. എന്തായാലും അവളുടെ ഫോണിലോട്ട് ഒരു കോള് വരും. വേറെ ഏതോ ഒരു കൂട്ടുകാരിയാണ് വിളിച്ചത്, കൂട്ടുകാരിയോ കൂട്ടുകാരനോ. അവര് പറയുന്നത് ഹീറോയിന്റെ കാര്യമാണ്. ഹീറോയിന് കിട്ടേണ്ട പ്രൊമോഷൻ ആണ് കണ്ണാടി വെച്ച കൂട്ടുകാരൻ ഡോക്ടർ അടിച്ചെടുത്തതെന്ന്. അതുമല്ല, ഹീറോയിൻ ആ ദേഷ്യത്തിൽ പോയി അവന്റെ മുഖത്ത് ബിയർ ഒഴിച്ചെന്ന്. ഇതൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹീറോ അതുവഴി വരുന്നത്. ഹീറോ ഇത് കേൾക്കുന്നുണ്ട്. ഹീറോ കൂട്ടുകാരിയോട് എന്താ സംഭവം എന്ന് ചോദിക്കും. എന്നാൽ കൂട്ടുകാരിക്കും കറക്റ്റ് എന്താണെന്ന് അറിയത്തില്ല. എന്തോ കൂട്ടുകാരൻ പ്രൊമോഷൻ തട്ടിയെടുത്ത് അതുമല്ല ഹീറോയിന്റെ അസൈൻമെന്റിന്റെ പേര് മാറ്റി എന്നൊക്കെ പറയും. പക്ഷെ അത് കറക്റ്റായിട്ട് ഹീറോയ്ക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ കൂട്ടുകാരിക്കും അറിയത്തില്ല. ഹീറോന്റെ കൂട്ടുകാരനെ ഈ പരിപാടി ചെയ്തെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. ഹീറോ നേരെ കൂട്ടുകാരൻ ഡോക്ടറിനെ ചെന്ന് കാണും, കണ്ണാടി വെച്ച് കൂട്ടുകാരൻ ഡോക്ടർ. ഇപ്പൊ തന്നെ 2 കൂട്ടുകാരൻ ഡോക്ടറുണ്ട്, നിങ്ങൾ രൂപഭാവം വെച്ച് മനസ്സിലാക്കിയോ. ഹീറോനെ കണ്ട ഉടനെ കൂട്ടുകാരൻ പറയും, നീ എവിടെ പോയി, നിന്നെ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല, കേസ് കഴിഞ്ഞപ്പം എന്നെയൊന്നും നിനക്ക് വേണ്ടേ. എന്നാൽ ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവനോട് ചോദിക്കും, നീയും ഹീറോയിനുമായിട്ട് എന്താ പ്രശ്നമെന്ന്. എന്നാൽ അവൻ ഹീറോയിനെ പറ്റി മോശമായിട്ട് സംസാരിക്കുകയാണ്. ഹീറോയിനും അവനും ചെറുതായിട്ട് മത്സരിച്ചതാണ്, ഒരു പ്രൊമോഷന് വേണ്ടി മത്സരിച്ചതാണെന്ന്. എന്നാൽ അതങ്ങനല്ലെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഹീറോയിൻ ഒരുപാട് മോശമായിട്ട് സംസാരിക്കും. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവളുമായിട്ട് നീ ഇഷ്ടത്തിലാവാൻ പാടില്ലെന്ന്, അവള് ശരിയല്ലെന്ന്, അവൾ ഉപയോഗശൂന്യാണെന്ന്. ഇത് കേട്ട് ഹീറോയ്ക്ക് ആകെ ദേഷ്യം വരും. മോന്ത നോക്കി ഒരു കുത്തു കൊടുക്കും. അങ്ങനെ രണ്ടുപേരും കിടന്ന് അടി ഉണ്ടാക്കും. ഹീറോയ്ക്കും തിരിച്ചു കിട്ടും, അവനും തിരിച്ചു കൊടുക്കും. ഈ അടിയാവുമ്പോൾ അവിടെ നിന്ന് കുറെ ഡോക്ടേഴ്സ് ഓടി വരും. അതായത് ഈ കൂട്ടുകാരൻ ഡോക്ടർ പ്രൊഫസറാണ്, അവൻ പഠിപ്പിക്കുന്ന കുട്ടികളാണ്. അവരങ്ങോട്ട് വന്നിട്ട് ഹീറോയിനെയും ഇയാളെയും പിടിച്ച് മാറ്റും. അടുത്ത സീനിൽ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആ ടേബിളിൽ വന്നിരിക്കും. അവിടെ തന്നെ അമ്മയും മോനും ഉണ്ട്, അവർ കഴിക്കുകയാണ്. ഹീറോയിന് വേണ്ടി ക്യാബേജ് ഒക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഹീറോയിന് പാവം തോന്നി അമ്മയോട് ക്ഷമ പറയും. ഇത് കേൾക്കുമ്പോൾ അനിയനും അമ്മയ്ക്ക് എന്താന്ന് മനസ്സിലാവത്തില്ല. അതുപോലെ തന്നെ അനിയൻ പറയും, നിനക്ക് വേണ്ടി അമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ, നിന്റെ റൂമിൽ പുതിയതായിട്ട് പ്ലാന്റ്സ് വന്നില്ലേ, അത് അമ്മ കൊണ്ടുവച്ചതാണ്, നിനക്ക് മനസ്സിന് കുറച്ച് സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയിന് സന്തോഷവും വിഷമവും ഒരുമിച്ച് വരുവാണ്. അമ്മയും ഹീറോയിനുമായിട്ടുള്ള പ്രശ്നം വീണ്ടും അവർ സോൾവ് ചെയ്യാണ്. ഇപ്പൊ അവൾക്ക് അത്യാവശ്യം മനസ്സമാധാനം കിട്ടിയിട്ടുണ്ട്. വീട്ടിലെ പ്രശ്നം എല്ലാം സോൾവ് ആയിട്ടില്ലേ. അവൾ അവളുടെ റൂമിൽ വന്ന് അമ്മ വെച്ച പ്ലാൻസ് ഒക്കെ നോക്കിയിരിക്കുമ്പോൾ ഇനി ഹീറോയായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്താലോ എന്ന് അവളുടെ മനസ്സിലോട്ടൊരു തോട്ട് വരും. അതുകൊണ്ട് തന്നെ അവൾ പുറത്തിറങ്ങി നേരെ ഹീറോ ഉള്ള സ്ഥലത്ത് ചെല്ലും. അതായത് ഹീറോ താമസിച്ചിരുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ ചെന്നിട്ട് അവനെ ഫോൺ വിളിക്കും, എനിക്ക് നിന്നോട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന്. അതിനെന്താ, ഞാൻ ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ അങ്ങോട്ട് കയറി വരും. ഹീറോ അടി ഉണ്ടാക്കിയിട്ടല്ലേ കയറി വന്നിരിക്കുന്നത്. അവന്റെ മുഖത്തെല്ലാം മുറിപ്പാടുകളുണ്ട്. ഹീറോയിൻ എന്താ പറ്റിയെന്ന് ചോദിച്ച് അടുത്ത് ചെല്ലും. എന്നാൽ ഹീറോ ഒന്നും പറയുന്നില്ല, പകരം അവളെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ വീട്ടിന്റെ അകത്ത് പോയിരുന്ന് മുറിവ് വയ്ക്കും. അതായത് ഹീറോയ്ക്ക് മുറിവ് വെച്ചു കൊടുക്കും. അവിടെ വെച്ച് ഹീറോ ഹീറോയിനോട് പറയും, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന്. ഹീറോ അവൾക്ക് മെസ്സേജ് അയക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അതായത് ഉറങ്ങിയെന്ന് ചോദിച്ച്. ഹീറോയിൻ അവൻ എങ്ങനെയാണോ മെസ്സേജ് അയച്ചത് അതുപോലെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ സെൻഡ് ചെയ്തില്ല. പിന്നെ നീ എന്താ എന്നോട് അങ്ങനെ പെരുമാറിയെന്ന് ഹീറോയിൻ ചോദിക്കും. അതിന് മറുപടിയായിട്ട് ഹീറോ പറയും, അതായത് അവളുടെ മുമ്പിൽ വെച്ച് അവൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വിറച്ചു പോയില്ലേ, അവൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ അത് അവൻ എന്തോ പോലെ ആയി. പക്ഷെ ഹീറോയിൻ അവനെ സമാധാനപ്പെടുത്തും, അതൊന്നും സാരമില്ല, നീ അല്ലേലും അടിപൊളിയാന്ന് പറഞ്ഞിട്ട്. ഹീറോന്റെ കണ്ണൊക്കെ നിറയും ഇത് കേൾക്കുമ്പോഴേ. ഹീറോയിൻ അവനെ നിർബന്ധിക്കുന്നൊന്നുമില്ല, എന്താ നടന്നത്, ആരുമായിട്ട് അടി ഉണ്ടാക്കിയെന്നു. അവിടെ വെച്ച് ഹീറോയിൻ പറയും, നീ തന്ന ഹോംവർക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന്. അതായത് ഹീറോയിൻ അന്ന് അവിടെ വെച്ചൊരു പാട്ട് പാടിയില്ലായിരുന്നു, ദൈവഗാനം. അതിന് പകരം ഒരു K-pop സോങ് പഠിക്കാനായിട്ട് ഹീറോ ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളൊരു സോങ് പഠിച്ചിട്ടുണ്ട്, വേറെ എന്തോ ചെയ്തിട്ടുണ്ട്, സോങ്ങിന് കാട്ടി അടിപൊളിയായിട്ട് എന്തോ പഠിച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഹീറോയിന് കുറെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കും. അതൊക്കെ ഇട്ട് നേരെ ഇവർ രണ്ടുപേരും കൂടെ ഒരു ക്ലബ്ബിൽ ചെല്ലും. കുറച്ചു നേരം അവിടെ ഡാൻസ് കളിക്കും. ഹീറോ ഞാൻ പോയി ബിയർ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പോഴേക്കും വേറൊരുത്തം വന്ന് ഹീറോയിനെ തട്ടും, നിങ്ങൾ സിംഗിൾ ആണോ എന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ ഹീറോ അങ്ങോട്ട് വരും. അവൾ സിംഗിൾ അല്ല, അവളുടെ എക്സ് ബോയ് ഫ്രണ്ടാന്ന് പറയും. അതായത് എക്സ് അവിടെ സൈലന്റ് ആയിരിക്കും. ഹീറോയിന് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് പോകും. അതായത് ഇപ്പം വന്ന് സിംഗിൾ ആണോ എന്ന് ചോദിച്ച ആള്. ഹീറോയിൻ ചോദിക്കും, എന്താ എക്സ് സൈലന്റ് ആയി പോയെന്ന്. പിന്നീട് ഹീറോയും കൂടെ പുറത്തു വന്ന് നിന്ന് സംസാരിക്കും. പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഹീറോയിൻ വിചാരിച്ചത് ഹീറോയായിട്ട് പോവുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കരിയറിൽ സക്സസ്ഫുൾ ആവുമെന്നാണ്. എന്നാൽ ഹീറോയിനുമായിട്ട് അടുത്തപ്പോൾ അവൻ അവന്റെ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചില്ലേ ഹീറോയിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്
അവള് ബ്രേക്കപ്പ് പ്രഖ്യാപിച്ചെന്ന് അവനോട് പറയും. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ, അതായത് ഹീറോയിനെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കാൻ വന്നിട്ടുണ്ട്. പോണതിന് മുമ്പ് ഹീറോയിനോട് പറയും, നമ്മുടെ സാറിന്റെ സർജറി ഇല്ലേ, അതിൽ ഞാനും വരുന്നുണ്ടെന്ന്. എന്ത് സർജറി ആണെന്നല്ലേ, അതായത് സാറ് ഹീറോയിനെ കാണാൻ വന്നില്ലേ, അന്ന് തിരിച്ചു പോയപ്പോൾ സാറിനെ ഒരാൾ തട്ടി തറയിലിടാൻ പോയി. പെട്ടെന്ന് പിടിച്ചത് ഹീറോയിനാണ്. പിടിച്ചു നോക്കിയപ്പോൾ മുതുകത്തെന്തോ മുഴയുള്ളത് പോലെ. ഹീറോയിൻ അത് എന്താന്ന് ചോദിക്കും. അതെന്തോ ഒരു മുഴയാണ്, കൂട്ടുകാരൻ ഡോക്ടറും കൂടെയുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം, പക്ഷെ വേദന കാണത്തില്ല, അത് മാറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണും, അതെന്താ മാറ്റാത്തത്, ഇതെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാറ് പറയും, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഹീറോനെ കാണാൻ വന്നത്, പക്ഷെ ഹീറോന്റെ സ്ഥിതി അത്ര ശരിയല്ല, ഞാൻ അവിടെ ഇരുന്നപ്പോൾ 2 നേഴ്സുമാര് സംസാരിച്ചുകൊണ്ട് അതുവഴി പോയി, അവര് സംസാരിച്ചത് ഹീറോനെ പറ്റിയാണ്, അവന് ഓപ്പറേഷന്റെ ഇടയിൽ പാനിക് അറ്റാക്ക് വന്നു, ആ ഇൻസിഡന്റിന് ശേഷം എന്ന് പറയും. അതുകൊണ്ട് തന്നെ സാറ് ഹീറോനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് അവിടെ നിന്ന് പോയതാണ്. എന്നാൽ ഹീറോയിനും കൂട്ടുകാരനും പൊക്കി. ഇതിപ്പോ ഹീറോന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഹീറോയിൻ പറയും. ഇത് കേട്ട ഹീറോ സമ്മതിക്കും, നമുക്ക് സാറിന്റെ ഓപ്പറേഷൻ ചെയ്യാന്ന്. അവന്റെ ട്രോമ മാറ്റി വെച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. പിന്നീട് ഓപ്പറേഷൻ തിയേറ്ററാണ് കാണിക്കുന്നത്. സാറിന് അനസ്തേഷ്യ കൊടുക്കാൻ പോവാണ്. അതിനു മുമ്പ് ഹീറോയിൻ വന്ന് സംസാരിക്കും. സാറിന് ഒരുപാട് സന്തോഷമുണ്ട്, സാറ് പഠിപ്പിച്ച 2 കുട്ടികളാണ് സാറിന് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏത് സാറായിരുന്നാലും സന്തോഷം കാണത്തില്ലേ. അങ്ങനെ സാറിന് അനസ്തേഷ്യ കൊടുത്ത് ഉറക്കും. ഈ സമയം ഹീറോ ഓപ്പറേഷന്റെ പ്രിപ്പറേഷനിലാണ്. അതുപോലെ തന്നെ അവൻ അവിടെ ഇരിക്കുമ്പോൾ അവൻ ഓപ്പറേഷന് പോണതിന് മുമ്പ് ചെരുപ്പിടാനായിട്ട് ചെരുപ്പ് നോക്കും. അവിടെ തന്നെ ഒരു ക്രോക്സ് ഇരിപ്പുണ്ട്, അത് ഹീറോയിൻ കൊടുത്തതാണ്. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പേടിക്കാൻ പാടില്ല, ഇന്നലെ നടന്ന ഓരോ കാര്യങ്ങളും നീ ഓർത്താൽ മതിയെന്ന് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഹീറോന്റെ ഹാപ്പി മൊമെന്റ്സ് ഇല്ലേ, ഹീറോയിന്റെ കൂടെയുള്ള ഓരോ മൊമെന്റ്സ്, അത് ഓർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹീറോ അവന്റെ ഡിപ്രഷനും ട്രോമയും എല്ലാം മാറ്റി വെച്ചിട്ട് നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരും. അതും ആ ക്രോക്സ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് സാറിന് ഓപ്പറേഷൻ ചെയ്യും. ഇപ്രാവശ്യം അവന്റെ പേടിയെല്ലാം മാറ്റി വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ സാറിന്റെ മുതുകത്ത് വലിയൊരു മുഴയുണ്ട്, അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല, ഒരു മാംസക്കട്ടി എന്ന് വേണമെങ്കിൽ പറയാം, അതെടുത്ത് മാറ്റും. ഓപ്പറേഷൻ അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്. പിന്നീട് ഈ ഓപ്പറേഷൻ നടന്നതിന്റെ പാർട്ടിയാണ്. ആ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന നേഴ്സും സ്റ്റാഫും ഹീറോയിനും കൂട്ടുകാരനും ഉണ്ട്. അവിടുത്തെ സ്റ്റാഫിനെല്ലാം ഹീറോനോട് ക്രഷാണ്. എന്നാൽ കൂട്ടുകാരൻ ഡോക്ടറിന് ഇത് ഇഷ്ടപ്പെടുന്നില്ല, ദേഷ്യത്തോടെയൊന്നും അല്ല. എന്നാൽ ബാക്കിയുള്ള പെൺകുട്ടികൾ അവനെ നോക്കാതെ ഹീറോനെ നോക്കുമ്പോൾ എന്തോ പോലെ. ഹീറോന് ഓരോ പെൺകുട്ടികളും ബിയർ ഓർഡർ ചെയ്യും, എന്നാൽ കൂട്ടുകാരൻ ഓർഡർ ചെയ്യുന്നില്ല. ഈ കൂട്ടുകാരന്റെ ഈ ഒരു ജലസ് ഉണ്ടല്ലോ, അത് പെൺകുട്ടികളുടെ ഒരു കളിയായിട്ട് എടുക്കുകയാണ്. വീണ്ടും അവനെ കളിയാക്കുകയാണ്. അവിടെ ഇരുന്ന് കുടിക്കുമ്പോൾ ഹീറോയിന്റെ ഫോണിലോട്ട് കൂട്ടുകാരി വിളിക്കും, പുറത്തോട്ട് വാ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. ഹീറോയിനെ തപ്പി കൂട്ടുകാരി അവിടെ വന്നിട്ടുണ്ട്. ഹീറോയിനിട്ട് 2 ചവിട്ടാണ്. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് അവൾ കൂട്ടുകാരിയോട് പറഞ്ഞിട്ടില്ല. അതായത് ഹീറോന്റെ കൂട്ടുകാരൻ, ഹീറോന്റെ കൂടെ വർക്ക് ചെയ്ത ആ പ്രൊഫസർ ഇല്ലേ, ഹീറോ പോയി അടിച്ച അവന്റെ കൂട്ടുകാരനായിട്ടുള്ള കണ്ണാടി വെച്ചത്, അവനാണ് ഇതിനെല്ലാം പ്രശ്നം. ഹീറോയിൻ ഡിപ്രഷനിൽ പോകാൻ തന്നെ അവനാണ് കാരണം. ഇതൊന്നും എന്റെ അടുത്ത് പറയാത്ത എന്താന്ന് പറഞ്ഞ് അവൾക്കിട്ട് ചവിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തും. ഞാൻ അവനെ കൊന്നേനെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല, എന്റെ മോനെ എനിക്ക് നോക്കണം, അതുപോലെ തന്നെ എന്റെ ആന്റി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. പിന്നീട് ഹീറോയിൻ ഇതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി വരുമ്പോൾ കൂട്ടുകാരൻ ഡോക്ടർ എന്തോ ഒരു ബോൾ കറക്കുന്ന സാധനം എടുത്തോണ്ട് വരും. അതായത് ഇത് കറക്കിയിട്ട് കുറച്ച് ആൾക്കാർക്ക് പേപ്പർ എടുക്കാൻ പറ്റും. ആ പേപ്പറിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അതിനുള്ള ഉത്തരം കൊടുക്കണം. കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും, ഞാൻ ഇനി മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അങ്ങനെ കൂട്ടുകാരൻ ഡോക്ടർ അത് എടുത്തോണ്ട് വന്നിട്ട് ടേബിളിനകത്തൊരു ഫോർക്ക് വെച്ച് കറക്കും. ആ ഫോർക്ക് ആരുടെ നേർക്കാണോ വരുന്നത് അവർക്ക് അതിൽ നിന്നൊരു ബോൾ എടുത്ത് അതിന്റെ ചോദ്യം വായിച്ചിട്ട് അതിന് ഉത്തരം പറയാം. ആദ്യം ആ ഫോർക്ക് വെച്ച് കറക്കും. അത് കിട്ടുന്നതാവട്ടെ ഹീറോയിനാണ്. ഹീറോയിന് ആ ബോൾ കൊടുക്കും കറക്കാനായിട്ട്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എടുത്ത് വായിക്കും. അതിൽ എഴുതിയിരിക്കുന്നത് അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നാണ്. എല്ലാവരും എക്സൈറ്റ്മെന്റോടെ ചോദിക്കും. എന്നാൽ ഹീറോയിൻ എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് കള്ളം പറയും. പിന്നീട് അടുത്തതായിട്ട് കറക്കുമ്പോൾ അത് ഹീറോയ്ക്ക് കിട്ടും. ഹീറോയിന് കിട്ടുന്ന ക്വസ്റ്റ്യൻ അവൻ അവസാനമായിട്ട് ഗിസ് ചെയ്തത് എന്നാണ്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റോടെ ഹീറോന്റെ അടുത്ത് ചോദിക്കും. എന്നാൽ ഹീറോ പറയും അവസാനമായിട്ട് ഗിസ് ചെയ്തത് 10 വർഷം മുൻപാണെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് ഹീറോയിനും പുറത്തിറങ്ങി നടക്കും. ബാക്കിയുള്ള ആൾക്കാരെല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് അവർ മാത്രമേ ഉള്ളൂ. ഹീറോയിനോട് ചോദിക്കും, ഞാനും കൂട്ടുകാരൻ ഡോക്ടറുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് നിനക്ക് അറിയണ്ടേന്ന്. എന്നാൽ ഹീറോ പറയും അതൊന്നും എനിക്ക് അറിയണ്ടെന്ന്. അതൊക്കെ പൊട്ട് നീ എന്തിനാ കള്ളം പറഞ്ഞെന്ന് ചോദിക്കും. അതായത് നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാ കള്ളം പറഞ്ഞെന്ന്. ഹീറോയിൻ തിരിച്ച് ചോദിക്കും, നീ എന്തിനാ കള്ളം പറഞ്ഞ, നിന്റെ അവസാനത്തെ കിസ് 10 വർഷം മുമ്പ് അത് എന്തിനാ കള്ളം പറഞ്ഞെന്ന്. അപ്പോഴാണ് നമ്മളൊരു കാര്യം കാണിക്കുന്നത്. അന്ന് ഹീറോയ്ക്ക് മരുന്ന് വെച്ച് കൊടുത്തില്ലേ, അതായത് മുറിവിന് മരുന്ന് വെച്ച് കൊടുത്തില്ലേ, അന്ന് ഇവര് തമ്മിൽ കിസ് നടന്നായിരുന്നു. അതേപോലെ പ്രസന്റിലോട്ട് വരുവാണെങ്കിൽ ഇപ്പോഴും അവർ കിസ് ചെയ്യാണ്. കിസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹീറോ ചോദിക്കും, ഇനി പറ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ ഇല്ലേ. ഹീറോയിൻ പറയും എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോന്ന്. അങ്ങനെ അവർ സന്തോഷപ്പെട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് 10ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ ഓക്കെ ബൈ.